بسم الله الرحمن الرحيم. وروي أن آمنة رضي الله عنها رأت حين وضعته صلى الله عليه وسلم نورا أضاء له قصور بصرى من أرض الشام. وروي أن آمنة رضي الله عنها قالت لما وضعته مددت عيني لأنظر ولدي فلم أره ثم وجدته في المخدع وهو مكحول مدهون مختون ملفوف بثوب من الصوف الأبيض ألين من الحرير يفوح الطيب من جنابه فجعلت أنظر إليه وإذا منادي ينادي أخفوه عن أعين الناس. قالت فما كان غيبته وحضوره إلا كلمح البصر. നമ്മൾ മൂന്നാമത്തെ ഹദീസാണ് മങ്കൂസ് മൗലിദിലെ ഓതുന്നത്. വറുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അന്ന ആമിന റളിയല്ലാഹു അൻഹ, ആമിന ബീവി റളിയല്ലാഹു അൻഹ റഅത്ത് മഹദി അവറുകൾ കണ്ടു ഹീന വളഅതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ചപ്പോൾ നൂറൻ പ്രകാശം കണ്ടു. അളാഅത് ലഹു ഖുസൂറു ബുസ്റ മിൻ അർളി ഷാം, ഷാം പ്രദേശത്തെ ബുസ്റ കൊട്ടാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ചത് കാരണമായി പ്രകാശിച്ചു. മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ അത് കണ്ടു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബൂവത്ത് ലഭിക്കുന്നത് 40-ാം വയസ്സിലാണ്. ആമിന ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ച ആ സമയത്ത് ആമിന ബീവി റളിയല്ലാഹു അൻഹ മറ്റുള്ളവരോട് അനുഭവങ്ങൾ പങ്കുവെച്ചതാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിന് സ്വീകാര്യത ഉണ്ടോ ഇല്ലേ എന്നത് ഇവിടെ ഒരു പ്രസക്തമേ അല്ല. മനസ്സിലായില്ല? സ്വീകാര്യത ഉണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ചപ്പോൾ ആമിന ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായ അനുഭവം ബുസ്റ കൊട്ടാരങ്ങൾ, ഷാമിലുള്ള ആ കൊട്ടാരങ്ങൾ പ്രകാശിച്ചതായി മഹദി അവറുകൾ കാണാൻ. വറുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടു അന്ന ആമിനത്ത റളിയല്ലാഹു അൻഹ, ആമിന ബീവി റളിയല്ലാഹു അൻഹ, അന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നൊരർത്ഥം. ഒരു പറയുന്ന വാക്കിന് ഒരു ഗൗരവമുണ്ട്, ഒരു ശക്തിയുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണത്. ഇവിടെ വളഅതുഹു എന്ന് പറഞ്ഞല്ലോ, വളഅതുഹു അത് ലാദാണ്. മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. സാദിൻ്റെ മുകളിൽ കുത്തിട്ട ലാദാണ്. ഈ ലാദിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ ഗൈരിൽ മഗ്ലൂബി അലൈഹിം, മഗ്ലൂബ് ആ ലാദാ വരുന്നത്, വലല്ലാലീൻ ആ ലാദാണ് വരുന്നത്. അതിൻ്റെ ഉച്ചാരണം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹ്, അല്ലാഹ് എന്ന് പറയുമ്പോഴും ശബ്ദം ഒന്നാണ്. പിന്നെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പറയുമ്പോഴും ശബ്ദം ഒന്നാണ്. അപ്പോൾ താഇൻ്റെ മേലെ പുള്ളിട്ട ളാ, സാദിൻ്റെ മേലെ പുള്ളിട്ട ളാദ്, അല്ലാഹ് എന്ന് പറയുമ്പോഴൊക്കെ ശബ്ദം ഒരേപോലെയാണ് തോന്നുന്നതെങ്കിലും അത് പുറപ്പെടുന്ന സ്ഥലം വ്യത്യാസമുണ്ട്. സാദിൻ്റെ മേലെ പുള്ളിട്ട ലാദ് വളഅതുഹു, നാവിൻ്റെ സൈഡ്, രണ്ടാലൊരു സൈഡ്, ഏതെങ്കിലും ഒരു സൈഡ്, നാവിന് 2 സൈഡാണല്ലോ ഉള്ളത്. ഈ രണ്ടാലൊരു സൈഡ് കോട്ടിലെ പല്ലിൽ തട്ടിച്ച് പറയണം. മേലെ കോട്ടിലെ ഈ അണക്ക പല്ലിൽ തട്ടിച്ചിട്ടാണ് പറയേണ്ടത്. ലാ 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 2 സൈഡിലും തട്ടിക്കുക. മഹാനായ അലിയാർ തങ്ങൾ
രണ്ട് സൈഡിലും ഒരേപോലെ തട്ടിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും ചരിത്രത്തിൽ. നമുക്കത് കഴിയൂല, നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് തട്ടിക്കാൻ കഴിയും. അങ്ങനെ ആയിരിക്കണം ഉച്ചരിക്കണം. വലല്ലാലീൻ വളഅതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറൻ അല്ലാ ഒരു സൈഡ് തട്ടിക്കുക. അങ്ങനെ ആയിരിക്കണം, നല്ല അക്ഷരം ആ അർത്ഥം ശരിയാവുള്ളൂ. സാന്ദർഭികമായി സൂചിപ്പിച്ചാണ്. തോയിൻ്റെ മേലെ പുള്ളിയിട്ട അത് നാവിൻ്റെ തലപ്പ് മേലെ മുൻപല്ലിൻ്റെ തലപ്പ് തട്ടിച്ചിട്ടാണ് തോയിൻ്റെ മേലെ പുള്ളിയിട്ട പറയേണ്ടത്. അങ്ങനെ പറയാം. 3 അക്ഷരങ്ങളാണ് അങ്ങനെ ഏകദേശം വരുന്നത്. ഒന്ന് 3 പുള്ളിയുള്ള സ സ സ, പിന്നെ ദാലിന് മേലെ പുള്ളിയിട്ട ദു, അതേപോലെ 3 പുള്ളിയുള്ള സ സി സു. താഇൻ്റെ മേലൊരു കൊടുത്തിട്ടാൽ സ ഉണ്ടല്ലോ, സൗബ് വസ്ത്രം എന്നൊക്കെ അർത്ഥമുള്ള സല്ലാജത്തുൻ എന്നൊക്കെ പറയുന്ന ആ സ, അത് ഈ നാവിൻ്റെ തലപ്പ് മേലെ മുൻപിൽ തട്ടിച്ചിട്ട് സ സി സു ദ ദി ദു. അതേമാതിരി തോയിൻ്റെ മേലെ പുള്ളിട്ട ഇങ്ങനെയാണ് നമ്മളത് ഉച്ചരിക്കേണ്ടത്. അല്ലാഹി എന്ന് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറയുമ്പോൾ ലാ എന്ന് പറയുന്ന സ്ഥലം ലാ ലാ ലാ, നാവിൻ്റെ തലപ്പ് മേലെ മുൻപല്ലിൻ്റെ ആ ഊനിൽ തട്ടിക്കുക. ല മേലെ മുൻപല്ല് പറയും, മേലെ മുൻപ് ഉൾഭാഗത്ത് മുരറ്റിലല്ല, അതിൻ്റെ മുരറ്റിൽ തട്ടിക്കണ അക്ഷരം 3ആണ്. അത് ത ദാല് തോ, ഈ 3 അക്ഷരമാണ്. അപ്പോൾ മുരറ്റിലല്ല, മുരറ്റിൻ്റെ കുറച്ച് സ്വല്പം മേലെ സ്വല്പം എന്ന് പറഞ്ഞൊരു കിലോമീറ്റർ ഒന്നുമില്ല, ആകെ എത്ര പോകുന്ന സ്ഥലമുള്ളൂ നമ്മളെ വായൻ്റെ ഉള്ളിൽ വരിക കയറിപ്പോയാൽ. അപ്പോൾ ഒരു സ്വല്പം മേലെ, നാവിൻ്റെ മേലെ മുൻപല്ലിൻ്റെ മുരറ്റിൻ്റെ ഒരു സ്വല്പം മേലെ. അപ്പോൾ അവിടെ ല ല എന്ന അക്ഷരം അവിടെ നിന്നാണ്. അല്ലാഹു, ഇനിയിപ്പോൾ ഒരാൾ അള്ളാഹു നാവ് പല്ലുമ തട്ടിച്ചിട്ട് അള്ളാഹു എന്ന് പറയണം, ഒരാൾ അല്ലാഹു എന്ന് പറയണത് ഏതാ സ്വീകരിക്കുക? അല്ലാഹു എന്ന് പറയണം. കാരണം അല്ലാഹു ആണ് യഥാർത്ഥത്തിൽ അൽ ഇലാഹ് അള്ളാഹ്. അപ്പോൾ അല്ലാഹി എന്നത് അള്ളാഹ് എന്ന അങ്ങനെ തഫ്ഖീമാക്കി ഘനപ്പിച്ച് ഉച്ചരിക്കുന്നതാണ്. അല്ലാഹ് എന്നത് അള്ളാഹ് എന്ന് തഫ്ഖീമാക്കി ഘനപ്പിച്ച് ഉച്ചരിക്കുന്നതാണ് അതിൻ്റെ ഉച്ചാരണം. അപ്പോൾ അത് മനസ്സിലാക്കണം. 3 രൂപത്തിലാണ് അള്ളാഹ് എന്ന് വരുന്നതെങ്കിലും, ഒന്ന് അള്ളാഹ് നാവിൻ്റെ തലപ്പ് മേലെ മുൻപല്ല് ഊനിൽ തട്ടിച്ച് അള്ളാഹ് തഫ്ഖീമാക്കി ഘനപ്പിച്ച് ഉച്ചരിക്കുന്നു. മറ്റേ ലലാ എന്ന് പറയുന്ന നരകണ്ട്. മറ്റൊന്ന് വലല്ലാലീൻ നാവിൻ്റെ സൈഡ് ഓക്കെ. അത് ഇതിനിടയിൽ പറഞ്ഞതാണ്, എപ്പോഴും ചിലപ്പോൾ പറഞ്ഞോളന്നില്ല, ഓർമ്മട്ടിപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ റുവിയ അന്ന ആമിന റളിയല്ലാഹു അൻഹാ, ആമിന ബീബി റളിയല്ലാഹു റുവിയ എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അന്ന ആമിന റളിയല്ലാഹു അൻഹാ, ആമിന ബീബി റളിയല്ലാഹു അൻഹാ കാലത്ത് മഹദി അവറുകൾ പറയാണ്, ലമ്മ വളഅതുഹു മുത്തുനബിയെ ഞാൻ പ്രസവിച്ചപ്പോൾ, അൽ അമീനാകുന്ന കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചപ്പോൾ, മദത്തു അയിനി എൻ്റെ കണ്ണോണ്ടൊന്ന് നീട്ടി നോക്കി, കുട്ടീനെ നോക്കുകയാണ് ഞാൻ. ഇല്ലേ അന്തുറ വലതി, എൻ്റെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഞാൻ അങ്ങനെ കണ്ണിങ്ങനെ നീട്ടി നോക്കി നോക്കുമ്പോൾ ഫലം മറഹു അവിടെ കാണുന്നില്ല, കുട്ടീനെ കാണുന്നില്ല. ഫലം മറഹു കുട്ടീനെ കണ്ടില്ല. അമീന ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ പ്രസവിച്ചപ്പോൾ എൻ്റെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് കണ്ണൊക്കെ നീട്ടി നോക്കി നോക്കിയതാണ്. ഫലം മറഹു കുട്ടീനെ കണ്ടില്ല. സുമ്മ വജത്തുഹു ഫിൽ മിഖ്ദഅ, പിന്നെ നോക്കുമ്പോൾ ഞൊടിയിടയിൽ കുട്ടി അവിടെ തന്നെ ഉണ്ട്. മിഖ്ദഅ പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ഒരു സെപ്പറേറ്റ് റൂമാണ്. അത് അവിടെ ആർക്കും വല്ലാതെ പ്രവേശനമൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ റൂമിനാണ് മിഖ്ദഅ അറിയാം. സ്ത്രീകളുടെ നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ സലാത്തുഹ ഫി ബൈത്തിഹ അഫ്ളലു എന്ന് പറഞ്ഞൊരു ഹദീത്ത് ഉണ്ട്. അവളുടെ നിസ്കാരം വീടിൻ്റെ മിഖ്ദയിൽ നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളൽ. സാധാ അവളുടെ പ്രൈവറ്റ് റൂമിൽ നിസ്കരിക്കുന്നതിനേക്കാൾ അഫ്ളൽ അവളുടെ വീടിൻ്റെ ഉള്ളറയിലുള്ളൊരു റൂമിൽ നിസ്കരിക്കലാണ് എന്ന് മിഖ്ദ ഹദീസിൽ കാണാൻ കഴിയും. ആ ഒരു പദം അതാണ് ഇവിടെ മിഖ്ദ, വീടിൻ്റെ ആ പ്രത്യേകം തയ്യാറ് ചെയ്യപ്പെട്ട ആ ഒരു റൂമിൽ കുട്ടിയെ കണ്ടു. തുമ്മ വജത്തുഹു, പിന്നെ ഞാൻ ആ കുട്ടീനെ എത്തിച്ചു. ഫിൽ മിഖ്ദഅ, തൊട്ടിലിൽ എന്നും അർത്ഥം പറയാം. നേരത്തെ പറഞ്ഞ വീടിൻ്റെ ഉള്ളറയിൽ സെപ്പറേറ്റ് ഉള്ള ആ ഒരു പ്രത്യേക റൂം, അല്ലെങ്കിൽ തൊട്ടിലിൽ. ഫിൽ മിഖ്ദഅ, തൊട്ടിലിൽ ഞാൻ കുട്ടിയെ എത്തിച്ചു. സുമ്മ
വജത്തുഹു, പിന്നെ ഞാൻ കുട്ടിയെ എത്തിച്ചു ഫിൽ മിഹ്ദഇ, തൊട്ടിലിൽ അല്ലെങ്കിൽ ആ പ്രത്യേക റൂമിൽ. വഹുവ മക്ഹൂലുൻ, ആ കുട്ടി, വഹുവ അവർ, മുത്തുനബിയെ പറയാണ്, കുട്ടിയെ പറയാണ്, അവർ മക്ഹൂലുൻ കണ്ണിൽ സുറുമയിടപ്പെട്ടവരാണ്, മദ്ഹൂലുൻ ശരീരത്തിൽ എണ്ണ തേക്കപ്പെട്ടവരാണ്, മഖ്തൂനുൻ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരാണ്. എന്നാലും നമ്മൾ വൈത്തിൽ പാടി വലദത്തുഹു മഖ്തൂനം വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. വലദത്തുഹു, ആമിന ബീവി മുത്ത് നബിയെ കുട്ടിയെ പ്രസവിച്ചു, മഖ്തൂനൻ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായ നിലയിൽ, മക്ഹൂലൻ കണ്ണിൽ സുറുമയിടപ്പെട്ടവരായ നിലയിൽ. അപ്പോൾ വേറെയും നമ്മൾ അവിടെ അതേ രൂപത്തിൽ തന്നെ പറഞ്ഞു. അതാ കഹീലു തൊറുഫി, കണ്ണിൽ സുറുമയിടപ്പെട്ടവർ. പദപ്രയോഗം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കഹീലു തൊറുഫ്, കണ്ണിൽ സുറുമയിടപ്പെട്ടവർ. മക്ഹൂൽ, കണ്ണിൽ സുറുമയിടപ്പെട്ടവർ. ആ രൂപത്തിൽ കുട്ടിയെ ഞാൻ കണ്ടു. മൽഫൂഫും ബി സൗബിൻ മിന സൂഫിൽ അബിയദ്, വെളുത്ത രോമത്തിനാലുള്ള രോമാവൃതമായ വെളുത്ത വസ്ത്രം കൊണ്ട് കുട്ടിയെ ചുറ്റപ്പെട്ടതായ രൂപത്തിൽ കണ്ടു. അല്യന മിനൽ ഹരീർ, ആ വസ്ത്രം പട്ടിനേക്കാൾ സോഫ്റ്റാണ്, നേർമയുള്ളതാണ്. അല്യന മിനൽ ഹരീർ, പട്ടിനേക്കാൾ, പട്ട് പറഞ്ഞാൽ സോഫ്റ്റായ ശീലയാണല്ലോ, അതിനേക്കാൾ സോഫ്റ്റാണ് ആ വസ്ത്രം. യഫൂഹു ത്വീബു മിൻ ജനാബിഹി, കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധം ഇങ്ങനെ പരിമളം അടിച്ചു വീശുന്നു, അല്ലെങ്കിൽ കുട്ടിയുടെ ഹലറത്തിൽ നിന്ന് പരിമളം അടിച്ചു വീശുന്നു. ത്വീബ് പറഞ്ഞ സുഗന്ധം, യഫൂഹു പറഞ്ഞ അടിച്ചു വീശുന്നു, നല്ല പരിമളം ഇങ്ങനെ ആസ്വദിക്കുന്നു. ഫജഅൽതു അൻദുറു ഇലൈഹി, അങ്ങനെ ഞാൻ കുട്ടിയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്, ആശ്ചര്യത്തോടുകൂടെ അത്ഭുതത്തോടുകൂടെ കുട്ടിയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. വഇദാ മുനാദി യുനാദി, ആ സമയത്ത് ഒരാൾ വിളിച്ചു പറയുന്നു, അഖ്ഫൂ അൻ അയുനിന്നാസ്, ജനങ്ങളുടെ ദൃഷ്ടിയെ തൊട്ട് കുട്ടിയെ മറച്ചു വെക്കണം, കണ്ണീറട്ടാൻ പാടില്ല. ഇത്ര അഴകുള്ള കുട്ടിയാണ്. നോക്ക് നിങ്ങൾ, സ്ത്രീകളൊക്കെ ആ സമയത്ത് വന്നു എന്നാണ്. സ്ത്രീകൾ വന്ന് എന്തൊരഴകാണ്, എന്തൊരു ഭംഗിയാണ്, ചൊറുക്കാണ് ഈ കുട്ടീനെ കാണാൻ. ഇങ്ങനെ ഒരു കുട്ടീനെ ഞങ്ങൾ കണ്ടിട്ടില്ല. അവർ വല്ലാത്ത അത്ഭുതം പറയുകയാണ് പക്കത്തുള്ള സ്ത്രീകളെ. ആമിന വലിയ ഭാഗ്യവതിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വളരെ. അപ്പം ആ സമയത്ത് ഒരാൾ വിളിച്ചു പറഞ്ഞു, കണ്ണീറെട്ടായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. അഖ്ഫൂഹു, കുട്ടിയെ മറച്ചു വെക്കുക, അൻ അയുനിന്നാസ്, ജനങ്ങളുടെ കണ്ണുകളെ തൊട്ട്, ദൃഷ്ടിയെ തൊട്ട് മറച്ചു വെക്കുക. ഖാലത്ത് ഫമാ കാന ഗൈബത്തുഹു വഹുളൂറുഹു ഇല്ലാ കലംഹിൽ ബസർ. മഹദി അവറുകൾ പറയാം, ഖാലത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു, മഹദി അവറുകൾ പറഞ്ഞു. ഖാലത്ത് പറഞ്ഞാൽ അവൻ പറഞ്ഞു, ഒരാൾ പുരുഷൻ പറഞ്ഞു. ഖാല, അവർ രണ്ട് പുരുഷന്മാർ പറഞ്ഞു. ഖാലു, രണ്ടിൽ കൂടുതൽ പുരുഷന്മാർ പറഞ്ഞു എന്നർത്ഥം വരാനുള്ള വാക്കുകളാണത്. അപ്പോൾ അവൾ പറഞ്ഞു, ഒരു സ്ത്രീ പറഞ്ഞു, അവൾ ഖാലത്ത്, അവൾ പറഞ്ഞു. അപ്പോൾ അവൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ്? മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹയാണ്. ഖാലത്ത്, മഹദി അവറുകൾ പറയാണ്, ഫമാ കാന ഗൈബത്തുഹു വഹുളൂറുഹു ഇല്ലാ കലംഹിൽ ബസർ. ഞാൻ ആ കുട്ടിയെ ഒന്ന് കണ്ണ് നീട്ടി നോക്കിയപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ പെട്ടെന്ന് കാണും ചെയ്തു പറഞ്ഞു, ഞൊടിയിടയിൽ. അത് കാന ഗൈബത്തുഹു വഹുളൂറുഹു, ആ മറ കുട്ടിനെ കാണാതിരിക്കുക എന്നുള്ള അവസ്ഥ, അദൃശ്യമാകലും, വഹുളൂറുഹു കുട്ടിനെ കാണലും, ദൃശ്യമാകലും, ഇല്ലാ കലംഹിൽ ബസർ, കണ്ണിനൊരു ചെറിയ വെട്ടം വരുന്നത് പോലെ, ഇമ വെട്ടുന്ന ആ ഒരു അത്ര സമയം ഉണ്ടായിട്ടുള്ളൂ. നോക്കിയപ്പോൾ കണ്ടില്ല, പിന്നെ കണ്ടു. കണ്ണ് വെട്ടി, കണ്ണിനൊരു പ്രകാശം, ഒരു പ്രകാശം ഏറ്റിട്ട് ഉള്ളൊരവസ്ഥ എങ്ങനെയാണ്, അതുപോലെ പെട്ടെന്ന് ആ ഒരു അവസ്ഥയാണ്, അത്ര സമയം ഉണ്ടായിട്ടുള്ളൂ എന്ന് മഹദി അവർകൾ പറയുകയാണ്.